നമസ്കാരം. ഒട്ടും പ്രതീക്ഷയില്ലാണ്ട് കണ്ടൊരു സിനിമയാണ് ജയ് ഗണേഷ് എന്ന് പറഞ്ഞ സിനിമ. ഉണ്ണി മുകുന്ദൻ നായനായിട്ടുള്ള ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് രഞ്ജിത് ശങ്കറാണ്. ഇതിന്റെയൊക്കെ ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാൽ രഞ്ജിത് ശങ്കറിന്റെ ആദ്യത്തെ സിനിമ പാസഞ്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, അർജുന സാക്ഷി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, സുധീപ് ആത്മീകം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ സിനിമകൾക്കൊക്കെ ശേഷം വന്നിട്ടുള്ള രഞ്ജിത് ശങ്കറിന്റെ പല സിനിമകളും എന്നെ നിരാശപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ണി മുകുന്ദന്റെ സിനിമകൾ എനിക്ക് പൊതുവെ വലിയ മാളികപ്പുറം മല്ലു സിംഗും ഒക്കെ മാറ്റി നിർത്തിയാൽ എനിക്ക് മറ്റ് സിനിമകളൊന്നും പൊതുവെ വലിയ ഇഷ്ടമൊന്നും അല്ല. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഈ സിനിമ കാണുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ജയ് ഗണേഷ് എന്ന് പറഞ്ഞൊരു സിനിമ. കാരണം സുധീപ് ആത്മീകമൊക്കെ കണ്ടപ്പോൾ കിട്ടിയ ഒരു പോസിറ്റിവിറ്റി വീണ്ടും ഈ ഒരു സിനിമ കാണുമ്പോഴും കിട്ടുന്നുണ്ട്. ത്രൂ ഔട്ട് ഒരു നല്ലൊരു വൈബിൽ ഈ ഒരു പടം പോകുന്നുണ്ടെന്നുള്ളതാണ്. ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഗണേഷ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ കഥയാണ് ഈ ഒരു സിനിമ പറയുന്നത്. അയാളുടെ ഫ്രസ്ട്രേഷൻസും അയാളുടെ ദേഷ്യവും അയാളുടെ കഷ്ടപ്പാടുകളും സമൂഹത്തിൽ അയാൾ നേരിടുന്ന ഒറ്റപ്പെടലുകളും ഒക്കെ ഈ ഒരു സിനിമയിൽ വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അയാളുടെ ഒരു പോരാട്ടത്തിന്റെ കഥയും അല്ലെങ്കിൽ അയാളുടെ ഒരു തിരിച്ചുവരവിന്റെ കഥ കൂടിയായിട്ട് മാറുന്നുണ്ട് ജയ് ഗണേഷ് എന്ന് പറയുന്നത്. ഇതൊരു സൂപ്പർ ഹീറോ സിനിമയാണോ അല്ലയോ എന്നൊക്കെയുള്ള കാര്യം നിങ്ങൾ കണ്ടറിയണം. പക്ഷേ ഈ ഒരു സിനിമ വളരെ ത്രില്ലിംഗ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ട്രാക്കിലൂടെയാണ് സെക്കൻഡ് ഹാഫിൽ ഈ ഒരു സിനിമ സഞ്ചരിക്കുന്നത്. പിന്നെ ഈ ഒരു സിനിമ ഒരു ത്രില്ലർ സ്വഭാവത്തിലോട്ട് എത്തുന്നുണ്ട്. പേര് കേട്ടോണ്ട് ആരും ഇതൊരു ഭക്തിപ്പടമാണെന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. ഇത് അങ്ങനത്തെ ഒരു സിനിമയല്ല. എനിക്കറിയത്തില്ല, കുറെ ആളുകൾക്കെങ്കിലും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെന്ന് തോന്നുന്നു. പടം കണ്ട ആളാണ് ഞാൻ, അതുകൊണ്ട് പറയുകയാണ് ഇത് അങ്ങനത്തെ ഒരു സിനിമയല്ല. പക്ഷേ ഇതിനകത്തൊരു പിള്ളേർക്കും കുടുംബ സദസ്സുകൾക്കും യങ്സ്റ്റേഴ്സിനും ഒക്കെ ഇഷ്ടപ്പെടുന്ന പോലത്തെ കുറേ ഘടകങ്ങൾ ഒത്തുചേർത്തിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പ്രത്യേകിച്ചും തിയേറ്ററിൽ ഒത്തിരി പിള്ളേരും ഫാമിലിയും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നന്നായിട്ട് കൈയടിച്ച് പടം എൻജോയ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ പിള്ളേർക്ക് വേണ്ടി മാത്രമുള്ളൊരു സിനിമ അങ്ങനൊന്നും അല്ല, മൊത്തം എല്ലാവർക്കും എൻജോയ് ചെയ്യാവുന്നൊരു സിനിമ തന്നെയാണ്. നല്ലൊരു ഇൻസ്പിറേഷണൽ സ്റ്റോറിയാണ് ഈ ഒരു പടം എന്ന് പറയുന്നത്. നല്ലൊരു പോസിറ്റിവിറ്റി നൽകുന്ന നല്ലൊരു പടമാണ്. ആൻഡ് പെർഫോമൻസിലേക്ക് വരുമ്പോഴത്തേക്കും ഉണ്ണി മുകുന്ദൻ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു വലിയ നടനായിട്ടൊന്നും എനിക്ക് നേരത്തെ ഒന്നും തോന്നിയിട്ടൊന്നുമില്ല. പക്ഷേ നല്ല ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ട് ഓരോ സിനിമ കഴിഞ്ഞ് വരുമ്പോഴും. ഡയലോഗ് ഡെലിവറിയിലാണെങ്കിലും മോഡുലേഷനിലാണെങ്കിലും ഒക്കെ നല്ല മാറ്റം കൊണ്ടുവരുന്നുണ്ട്. പണ്ടൊക്കെ ഉണ്ണി പറയുന്ന പല ഡയലോഗ്സും മര്യാദയ്ക്ക് തിരിയത്ത് പോലും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അദ്ദേഹം ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് എനിക്ക് വളരെ നന്നായിട്ടൊരു ആക്ടർ എന്നുള്ള രീതിയിൽ നല്ലോണം എൻഹാൻസ് ചെയ്ത് വരുന്നുണ്ട്. പുള്ളിയെ തന്നെ നല്ലോണം നവീകരിച്ച് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള കാര്യം പുള്ളിയുടെ പെർഫോമൻസ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ആ ക്യാരക്ടർ നല്ലതായിട്ട് പുള്ളി അത് പുൾ ഓഫ് ചെയ്ത പോലെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വിച്ച് ഇസ് റിയലി ഗുഡ്. നല്ല കാര്യമാണ് ആക്ടേഴ്സൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം അല്ലേ. ഇപ്പോൾ മലയാളത്തിലെ നടന്മാരെല്ലാം ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. ദുൽഖറിന്റെ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് വലിയ ഇമ്പ്രൂവ്മെന്റ് ഒന്നും തോന്നാത്തത്. അന്നും ഇന്നും ഒരുപോലെ തോന്നുന്നു. ബാക്കി എല്ലാ നടന്മാരും ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം വളരെ നല്ല കാര്യം. ഇപ്പോൾ പൃഥ്വിരാജ് പോലും ലേറ്റസ്റ്റ് വന്ന ആടുജീവിതത്തിലൊക്കെ പോലെ അദ്ദേഹത്തിനും ഒരുപാട് വിമർശനം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആടുജീവിതത്തിൽ എല്ലാവരും അദ്ദേഹത്തിന് അഭിനയത്തിനെ വളരെയധികം പുകഴ്ത്തി സംസാരിച്ചു കേട്ടു. ഞാൻ ആ പടം കണ്ടില്ല എങ്കിൽ കൂടെയും ഞാൻ അങ്ങനെ കേട്ടത്. ഈ സിനിമ കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ നല്ല കാര്യമാണ് അങ്ങനെ അഭിപ്രായം കേൾക്കുന്നത്. ഉണ്ണിയുടെ കാര്യത്തിൽ ഞാനത് ഈ ഒരു പടം കണ്ടുകൊണ്ട് ഞാൻ പറയുകയാണ് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മഹിമ നമ്പ്യാർക്ക് അധികം പെർഫോം ചെയ്യാനൊന്നുമില്ല. ഒരു നോർമൽ ഉണ്ണീനെ അങ്ങനെ ഒപ്പം നിൽക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ഒരു റോളാണ്. ഇനീഷ്യലി കുറച്ചൊരു വേറൊരിതാണെങ്കിലും പിന്നീട് പുള്ളിക്കാരി നല്ലോണം സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ആ ബുക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട് അതുപോലെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു റോളാണ് ത്രൂട്ട്. ഒത്തിരി സീൻസ് ഉണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ അതിന് ഉള്ളത് മഹിമ കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അശോകൻ ഉണ്ണിയുടെ ഫാദറായിട്ട് കുറച്ച് സീനുകൾ ഉള്ളെങ്കിൽ നല്ല പ്രകടനം തന്നെയാണ് അദ്ദേഹം. അതുപോലെ നന്ദു ഉണ്ട്, ഒരു പത്രാധിപരായിട്ട് ഉണ്ണി വർക്ക് ചെയ്യുന്ന അവിടുത്തെ നീരാളിയുടെ പത്രാധിപരായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നന്ദു പല സിനിമയിൽ ചെയ്തിട്ടുള്ള പോലത്തെ ടൈപ്പ് ഒരു റോൾ തന്നെയാണ് ഈ ഒരു സിനിമയിൽ. അങ്ങനെ കുറച്ച് സ്റ്റാഴ്സേ ഉള്ളൂ. പിന്നെ ഒരു പയ്യനുണ്ട് ഇതിൽ. അവൻ ഞെട്ടിച്ചു കളഞ്ഞ അവനാണ്. ചെറിയ പയ്യനാണ്, പക്ഷെ അവൻ്റെ പെർഫോമൻസ് ഉണ്ടല്ലോ, അവനൊക്കെ ഭാവി പ്രതീക്ഷയാണ്. ആ പയ്യൻ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് അപ്പം അതിൻ്റെ പേരറിയില്ല. ഒരു കുഞ്ഞു പയ്യനുണ്ട് ഈ ഒരു സിനിമയിൽ. നല്ല ക്യൂട്ടാണ് അവൻ. നല്ലതായിട്ട് അടിപൊളിയായിട്ട് ഈ പടത്തിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തേക്കുന്നവനാട്ടോ. അവനെ ബേസ് ചെയ്തിട്ടാണ് കഥ സെക്കൻഡ് ഹാഫിൽ മുന്നോട്ട് പോകുന്നത് തന്നെ. സോ അവൻ നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ആൻഡ് അവൻ്റെ ഫാദറായിട്ട് അഭിനയിച്ച ആക്ടർ, ആളുടെ പേര് എനിക്കറിയില്ല, പുള്ളിയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ പിന്നെ കുറച്ച് പോലീസുകാരായിട്ട് വരുന്ന ആൾക്കാർ, അങ്ങനെ കുറച്ച് ടീമാണ് പിന്നീട് ഉള്ളത്. പിന്നെ ഒരു തമിഴൻ ആയിട്ട് വരുന്നൊരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെൽവരാജ് സംതിങ് എന്തോ ഒരു പേരാണ് അത്. ആ ക്യാരക്ടറും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അയാളുടെ മോളായിട്ട് വരുന്ന ക്യാരക്ടർ. അങ്ങനെ കുറച്ച് ആൾക്കാരെ ഉള്ളൂ ഈ ഒരു പടത്തിൽ. പക്ഷേ എല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. മേക്കിങ്ങിലാണെങ്കിലും അടിപൊളിയാണ്. നമ്മുടെ എഡിറ്റിംഗ് ചെയ്തിട്ടുള്ള സംഗീത് പ്രതാപാണ്. നമ്മുടെ പ്രേമലൂലെ നെസ്ലൻ്റെ ഒപ്പം അഭിനയിച്ചിട്ടുള്ള ആൾ. അടിപൊളി എഡിറ്റിംഗ് ആണ്. മ്യൂസിക് പറയണം, ശങ്കർ ശർമ്മയുടെ മ്യൂസിക് പടത്തിന് ആ വൈബ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിൽ നല്ല പങ്ക് വഹിക്കുന്നുണ്ട് ത്രൂ ഔട്ട്. അടിപൊളിയാണ്. BGM ആയിക്കോട്ടെ, സോങ്സ് ആയിക്കോട്ടെ. ഒരു 4-5 പാട്ടുണ്ടെന്നാണ് ഇഫ് ഐ എം നോട്ട് റോങ്. ലാസ്റ്റ് ഒരു റാപ്പ് സോങ്ങും പിന്നെ ഒരു മോട്ടിവേഷണൽ സോങ്ങും അങ്ങനെ പല കാറ്റഗറി വരുന്ന സോങ്സ് ആണുള്ളത്. എല്ലാം നന്നായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇടയ്ക്ക് ആ സ്റ്റോറി ഇങ്ങനെ
ജയ് ഗണേശൻ ഇതിങ്ങനെ വായിച്ചു പോകുമ്പോൾ ഉള്ളൊരു ബീജിയമുണ്ട്, ഒരു അയ്യോ അതൊരു അന്യായ ബീജിയമാണ്, അടിപൊളി. അത് ആ വിഷ്വൽസും ബീജിയവും കൂടെ ചേർന്ന് വരുമ്പോൾ ഒരു മാജിക്, ശരിക്കും സിനിമയുടെ മാജിക് എന്ന് പറയത്തില്ല, അത് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അവിടെ തൊട്ടാണ് പടം അങ്ങ് നമ്മളെ പിടിച്ചിരുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് 1 മിനിറ്റ് പോലും ലാഗ് തോന്നിയിട്ടില്ല, നന്നായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഈ പടത്തിന് ആളുകൾ കയറി കാണണം. വർഷങ്ങൾക്ക് ശേഷവും ആവേശവും നന്നായിട്ട് ഓടുന്നുണ്ട്. അതുപോലെ തന്നെ ജയ് ഗണേഷും ആ സിനിമയും ഡിസേർവ് ചെയ്യുന്നുണ്ട് അതുപോലെ ഒരു വലിയ വിജയം. എല്ലാവരും പോയിട്ട് കാണണം. അത് ഒരിക്കലും ഇതൊരു പ്രൊപ്പഗാൻഡ സിനിമയോ അങ്ങനെ ഒന്നുമല്ല. ദേവി ആരും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയും വെച്ചുകൊണ്ട് പടം പോയി കാണാതിരിക്കരുത്. ഇറ്റ്സ് എ ഗുഡ് ഫിലിം. നല്ല സിനിമ വരുമ്പോൾ വിജയിപ്പിക്കണം, അത് പോയി കാണണം. മലയാള സിനിമ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇറ്റ്സ് റിയലി ഗുഡ്. ഐ എം സോ ഹാപ്പി ഫോർ ഇറ്റ്. നല്ലതായിട്ട് പോട്ടെ എല്ലാ പടങ്ങളും. അപ്പോൾ ഇനി ആവേശം കൂടെ കാണാനുണ്ട്. ആവേശം കൂടെ കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ കൂടെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അടുത്ത ദിവസം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യണം. ഓക്കെ, ടാറ്റാ ബൈ.